ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവപ്രിയ മനീഷ, മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാനേ ഒരു വീഡിയോ ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നത്. കാരണം വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നത് ജാസിക്ക് ഒരു നാണോ മാനോ ഇല്ല. ജാസി കുപ്രസിദ്ധിയിലൂടെ പ്രശസ്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, എന്താ പറഞ്ഞ പച്ചയ്ക്ക് പറഞ്ഞ തീട്ടം മെഴുകി ചന്ദനമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജാസി കഴിഞ്ഞ ദിവസം ഒരു നതാഷയുടെ കല്യാണ സെറമണിയിൽ വെച്ചിട്ട് ഒരു ഫ്രോഡ് ഇൻ്റർവ്യൂ ഓൺലൈനിലാണ്, അല്ലാതെ ജേർണലിസം എടുത്തവരാരും ഇമാതിരി ചറ്റത്തരം ചോദിക്കത്തില്ല. ജാസിയും ഹെലനോസ് പാട്ടയും തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായ അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് ജന്മണി എന്ന് ചോദിക്കുമ്പോൾ ജന്മണി പറയുന്ന ഉടനെ തന്നെ അവക്ക് കഴപ്പ്. ഇവനൊക്കെ ഈ തുണിയൊക്കെ എന്താ പറയുന്നത് പൊക്കിയും എക്സ്പോസ് ചെയ്തും കാണിച്ച് നടക്കുന്ന വ്യക്തികളെ എന്താണെന്ന് ഈ സ്ത്രീകൾ പറയേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ പുരുഷന്മാരും സ്ത്രീകൾ എന്താണ് പറയേണ്ടതെന്നല്ല പറയേണ്ടിയിരിക്കുന്നത്? കഴപ്പാന്ന് ഞാൻ ചോദിക്കുകയാണ്. ജാസി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തോ സർജറി ചെയ്തില്ല എന്നൊന്നും നമുക്കറിയത്തില്ല. തുണി പൊക്കി കാണിച്ച് ഒരു പെൺകുട്ടിയെ തുണി പൊക്കി കാണിക്കുന്നു, അതായത് ഹെലനോസ് പാട്ടേനെ. പബ്ലിക്കിലാണെന്ന് പറയുന്നു, വീണ്ടും വീഡിയോ കോൾ ചെയ്യുന്നു. അവർ വീഡിയോ കോൾ ഓപ്പൺ ചെയ്ത് കാണുന്നത് ഈ തുണി പൊക്കി കാണിക്കുന്നൊരു സംഭവമാകുമ്പോൾ പെട്ടെന്ന് എന്തായിരിക്കും? ഷോക്കായിരിക്കും. ആ ഷോക്ക് മുഖേന ഒരു വീഡിയോ ചെയ്തിട്ടാൽ അവർ ചെയ്തിട്ടു. ആ ചെയ്തിട്ടതിനെ വന്ന് പൊക്കി കാണിച്ചതല്ല കഴപ്പ്, കണ്ടവനാണ് കഴപ്പ്. ഇതാണ് ഇന്നത്തെ കാലം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലൊന്നും ട്രാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കുറേ എണ്ണത്തിനെ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഏഷ്യനെറ്റുകാരൊക്കെ പൊക്കിയെടുത്ത് ബിഗ് ബോസ് ഫെയിം. എന്തുവാടേ ഇതൊക്കെ? കേരളം ഇത്രയും അതപ്പതിച്ചു പോയോ? ഇത്തരത്തിലുള്ള എന്താ പറയുക, ട്രംപ് എടുക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനാണ് എനിക്ക് താല്പര്യം. കാരണം സ്ത്രീ എന്നും പുരുഷനെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവർ ഇൻസ്ട്രജൻ ഹോർമോണ് കൂടുതലാണ് അവർക്കുള്ള ബോഡിയിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഇൻബാലൻസ് ആയിട്ട് കിടക്കുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ ആൻഡ്രജൻ യൂസ് ചെയ്ത് അത് അവർ പൂർണ്ണമായി പുരുഷനിലേക്ക് പോകുന്നില്ല? വളരെ ചുരുങ്ങിയ പേരേ ഉള്ള അർദ്ധനാരീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും അവരുടെ ഒരു അനുഗ്രഹമൊക്കെ നമുക്കിഷ്ടം. ഈ വേഷം കെട്ടി എക്സ്പോസ് ചെയ്ത് ഈ പറയുന്ന സിലിക്കോണും തയ്ച്ചിട്ട് ഈ പറയുന്ന ഈ അതപ്പതിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. എനിക്കല്ല, ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു യോജിപ്പുമില്ല. അപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വ്യക്തികളോടും എനിക്ക് ദേഷ്യവും വിദ്വേഷവും ഇല്ല. കാരണം ഇത്തരത്തിൽ വന്ന് നിന്നിട്ട് സ്ത്രീകളെ അപമാനിക്കുന്നതിനെ ഞങ്ങൾ കർശനമായിട്ട് നേരിടുകയും ചെയ്യും, എതിർക്കുകയും ചെയ്യും.